ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കുറുക്ക് കാളനാണ്. വളരെ എളുപ്പത്തിലും അധികം സാധനങ്ങളും ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 ഏത്തക്കായയാണ്. ആ ഏത്തക്കയുടെ സ്ഥാനത്ത് കുമ്പളങ്ങ, ചേന, പൈനാപ്പിൾ ഇങ്ങനെ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ 2 ഏത്തക്കായ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങ് അരിയാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ഒരു ടീസ്പൂണും മുളക് പൊടി ഇടണം. രണ്ട് പച്ചമുളക് നെടുകെ കീറി അങ്ങ് ഇടാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അതിനാവശ്യമായ ഉപ്പും ചേർത്ത് അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് ഇതെല്ലാം നമുക്ക് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് ചേർക്കാൻ. അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. ഇനിയിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം. അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നല്ലപോലെ വേവട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടിക തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ വെന്ത് വറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ അരപ്പാണ് ചേർക്കേണ്ടത്. ഈ തേങ്ങ അരപ്പെന്ന് പറഞ്ഞാൽ 1 കപ്പ് തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 3 വെളുത്തുള്ളി, ഇതെല്ലാം നല്ലപോലെ അരച്ചെടുത്തതാണ്. മഷി പോലെ അധികം വെള്ളമില്ലാതെ നമ്മൾ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് അധികം വെള്ളമില്ലാതെ തന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഇളക്കണം. അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് ഇളക്കി അതിനെ തേങ്ങയുടെ അല്പം വെള്ളമുള്ളതെല്ലാം വറ്റിച്ച് നല്ലപോലെ അങ്ങ് കുറുകിയ പാകത്തിന് അങ്ങ് എടുക്കണം. അതിലേക്ക് നമ്മൾ 1.5 കപ്പ് തൈരാണ്. അത് കട്ടയുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്നടിച്ചിട്ട് അങ്ങ് എടുത്ത് ചേർത്താൽ മതി. അത് ചേർത്ത് കഴിഞ്ഞ് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല. അതിന് തിള വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് വയ്ക്കണം. ഇപ്പം നമ്മുടെ കാളൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ഇതിനകത്തേക്ക് ചേർക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു താളിപ്പ് കൂടി ഇടാം. താളിപ്പിൽ നമ്മൾ കടുക് വറുത്ത്, മുളക്, ഉള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലപോലെ മുരിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ മേലിലേക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കരുത്. അതങ്ങനെ തന്നെ കുറച്ച് നേരം മൂടി വയ്ക്കണം. ഇപ്പം നമ്മുടെ കാളൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.